വചനം വചനം ത്രിയേക ദൈവമാം വചനം വചനം. പാക്സ് കമ്മ്യൂണിക്കേഷൻസിൻ്റെ വചന വിചിന്തനത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. 3 ദിവസങ്ങൾക്ക് മുമ്പ് അതീവ സ്നേഹത്തോടെ സന്തോഷ വാർത്ത നമ്മൾക്കായി ലഭിച്ചു. അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്നോ മാസികകളിൽ നിന്നോ ആയിരുന്നില്ല. എന്നാൽ യെശയ്യാ 9:2 ഇന്ന് നമ്മുടെ ഇടയിൽ ഒരു പ്രകാശം വീശും. എന്തെന്നാൽ കർത്താവ് നമുക്കായി ജനിച്ചിരിക്കുന്നു. വിസ്മയാവഹനായ ദൈവം, സമാധാന രാജാവ്, യുഗപിതാവ്, അവിടുത്തെ ഭരണത്തിന് അന്ത്യമുണ്ടാകുകയില്ല. സ്നേഹമുള്ളവരെ, പിറവിയുടെ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടിക്കൊണ്ട് പുതുവത്സരം 25 നാം കടക്കുമ്പോൾ പ്രത്യാശയുടെ തീർത്ഥാടകർ എന്ന് വിശേഷിപ്പിക്കുന്ന ഈ വരുന്ന വർഷത്തെ നാം സ്വീകരിക്കുമ്പോൾ ഇന്ന് തിരുസഭ തിരുക്കുടുംബത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. എന്താണ് തിരുക്കുടുംബം എന്നത് ഇന്നത്തെ വായനയിൽ നിന്നും വ്യക്തമാക്കുന്നു. 1. എന്താണ് കുടുംബം? ഞാൻ സെയിൻറ്റ് പോൾസ് സഭയിലെ വൈദികനാണ്. കഴിഞ്ഞ 3 വർഷങ്ങളായി ദൈവവചനം എന്ന ബൈബിൾ ഡയറി തയ്യാറാക്കി അത് വിതരണത്തിനായി പോകുമ്പോൾ ഒരു വികാരിയച്ഛൻ പറഞ്ഞ സംഭവമാണ്. ഞങ്ങളുടെ ഇടവകയിൽ 650ഓളം കുടുംബങ്ങളുണ്ട്. എന്നാൽ ഇന്ന് അതിൽ പലതും ശൂന്യമായി അടച്ചു കിടക്കുകയാണ്. ആ ഉള്ള വീടുകളിലൊക്കെ മാതാപിതാക്കൾ മാത്രം ഉള്ള വീടുകൾ, അവർക്ക് ചിലപ്പോൾ ഈ ബൈബിൾ സന്ദേശം ഉപകാരപ്പെടും. ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ എന്താണ് ഒരു കുടുംബം എന്ന് പൗലോസ്ലീഹ കൊളോസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 3:12 പറയുകയാണ്. ക്രിസ്തുവിലുള്ള കുടുംബം എന്നാൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതാണ്, വാത്സല്യഭാജനമാണ്, പരിശുദ്ധമാണ്. ഈ 3 കാര്യങ്ങളാണ് പൗലോസ്ലീഹ ഒരു കുടുംബത്തെ വിശേഷിപ്പിക്കുന്നത്. 1. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടത്, വാത്സല്യഭാജനമാണ്, പരിശുദ്ധം. പൗലോസ്ലീഹ പറയുന്ന കുടുംബം ഇതാണ് എങ്കിൽ എങ്ങനെയാണ് എൻ്റെ കുടുംബത്തെ ഒരു തിരുക്കുടുംബമാക്കി മാറ്റാവുന്നത്? അതിനുള്ള ഉത്തമ മാതൃകയാണ് ഇന്നത്തെ 1-ാമത്തെ വായന. 1 സാമുവേൽ 20-ാമത്തെ വാക്യം മുതൽ പറയുകയാണ്. സുഫി വംശജനായ എൽക്കാനായിക്ക് 2 ഭാര്യമാർ, ഹന്നായും പെനീനയും. അവരിൽ ഹന്ന മക്കളില്ലാത്തവളായിരുന്നു. വന്ധ്യ ആയിരുന്നതിനാൽ ഒട്ടേറെ ബുദ്ധിമുട്ടി പ്രയാസത്തിലൂടെ കടന്നു പോകുന്നവളായിരുന്നു. സ്നേഹമുള്ളവരെ, ഇവിടെയാണ് ഈ ഹന്ന അതിമനോഹരമായിട്ട് നമ്മൾക്ക് പ്രത്യാശയുടെ തീർത്ഥാടകയാകുന്നത്. അവൾ ചെയ്തത് ദൈവാലയത്തിലേക്ക് കടന്നു ചെന്നു. ദൈവം വസിക്കുന്ന ആലയത്തിലേക്ക് അവൾ കടന്നു ചെന്നു. ദൈവത്തെ കണ്ടുമുട്ടി. അവിടെ പുരോഹിതനായിരുന്ന ഏലി പോലും സംശയിച്ചുകൊണ്ടോ അവളോട് ചോദിക്കുകയാണ്, നിനക്ക് എപ്പോഴാണ് നിന്റെ വീഞ്ഞും ലഹരിയും അവസാനിക്കുക? ഏലി വിചാരിച്ചു അവൾ മദ്യത്തിൻ്റെ അടിമയായി കഴിയുകയാണ് എന്ന്.
പുരോഹിതനോടായി അവൾ മറുപടി പറഞ്ഞു, ഗുരു, ഞാൻ വീഞ്ഞും ലഹരിയും കഴിച്ചിട്ടല്ല, ഒരു ഉന്മത്തിയായ സ്ത്രീയല്ല. എന്നാൽ 12-ാമത്തെ വാക്യത്തിൽ അവൾ പറയുകയാണ്, ഞാൻ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ഹൃദയവിചാരങ്ങൾ, എൻ്റെ ഹൃദയ വേദനകൾ ദൈവവുമായി പങ്കുവെക്കുകയായിരുന്നു. സ്നേഹമുള്ളവരെ, പ്രത്യാശയുടെ തീർത്ഥാടക എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ സ്ത്രീ അന്ന നമ്മുടെയും കുടുംബജീവിതത്തിൽ കുടുംബങ്ങളെ തിരുക്കുടുംബമാക്കി മാറ്റുവാൻ ദൈവത്തിൻ്റെ ആലയത്തിന് കഴിയണം. നമ്മൾക്കുണ്ടായിരിക്കേണ്ട കുടുംബ സുഹൃതങ്ങൾ പൗലോസ് ശ്ലീഹ കൊളോസ്സാർക്ക് എഴുതിയ ലേഖനത്തിൽ തന്നെ പറയുന്നത് ഇപ്രകാരമാണ്: ദയയുള്ളവരായിരിക്കണം, വിനയത്വമുള്ളവരായിരിക്കണം, സൗമ്യതയുള്ളവരായിരിക്കണം, ക്ഷമയുള്ളവരായിരിക്കണം. സ്നേഹമുള്ളവരെ, ഇന്ന് ഈ പാവനമായ ദേവാലയത്തിൽ നിന്ന് നാം പോകുമ്പോൾ നമ്മൾക്ക് പൗലോസ് ശ്ലീഹ ഉദ്ഘോഷിക്കും പോലെ മറ്റുള്ളവർക്ക്, കുടുംബത്തിലുള്ളവർക്ക് ദയയുള്ളവരായി, വിനയം കാണിച്ചുകൊണ്ട്, സൗമ്യത കാണിച്ചുകൊണ്ട്, അതിലേറ്റവും ഉപരിയായി മറ്റുള്ളവരോട് ക്ഷമിച്ചുകൊണ്ട്, അവരെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള കൃപ നമ്മൾക്കുണ്ടാവണം. സുവിശേഷത്തിലും അതുതന്നെയാണ് ഈശോ നമ്മെ ആഹ്വാനം ചെയ്യുക. തൻ്റെ പിതാവിൻ്റെ ഹിതം നിറവേറ്റിക്കൊണ്ട് സർവദാ പിതാവിൻ്റെ മഹത്വം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ആയിരുന്ന ഈശോയെപ്പോലെ നമ്മൾക്കും ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ ആ തിരുക്കുടുംബത്തിൻ്റെ അഭിഷേകത്തിലാകുവാനുള്ള കൃപയ്ക്കായി നമ്മൾക്കേവർക്കും പ്രാർത്ഥിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ.